മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എ. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നുണ്ട്. അതിൽ സുരേഷിൻ്റെ തന്നെ ഒരു സ്ഥിരീകരണം വന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെ സമീപിച്ചിരുന്നു. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ സുരേഷ് മനസ്സ് തുറന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റായി സുരേഷിൻ്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ സുരേഷ് അക്കമിട്ട് പറയുന്നത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 12 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാത്തതിൻ്റെ വേദനയും കാരണങ്ങളുമാണ്. അതിൽ സുരേഷ് പറയുന്നത് താൻ PB മുതൽ താഴോട്ടുള്ള പല ഘടകങ്ങളെയും സമീപിച്ചു, പക്ഷേ ഒരിക്കലും തനിക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായില്ല എന്നതാണ്. ഇത് പരിശോധിക്കുമ്പോൾ അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം സുരേഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ്. അതിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇനി സുരേഷിൻ്റെ തീരുമാനം മറ്റൊന്നായി വരുമോ എന്നറിയില്ല. എങ്കിൽ തന്നെയും കൃത്യമായി എന്തുകൊണ്ട് താൻ സ്ഥാനാർത്ഥിയായാൽ അത് എന്തുകൊണ്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം UDF പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിലെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് സുരേഷും VS തമ്മിലുള്ള ഒരു ആത്മബന്ധം, സുരേഷിനെ പുറത്താക്കുന്നത് വാർത്തകൾ ചോർത്തി അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളും അതിൻ്റെ വിശദാംശങ്ങളും പുറത്ത് വിട്ടു VSന് മറ്റൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത്തരം വാർത്തകൾ മെനഞ്ഞു. അതായത് ഒരു PR എക്സസൈസ് എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സുരേഷ് ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ വളരെ ബോധ്യത്തോടു കൂടി പറയട്ടെ, 2006 VSന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. VS 2001 മുതൽ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ തിളങ്ങിയത് എങ്ങനെയെന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു, VSനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന്. അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങളാണ് VSന് വേണ്ടി അതിശക്തമായി നിലപാടെടുത്തത്. അത് ഒന്ന് ഇന്ത്യ വിഷനായിരുന്നു, മറ്റൊന്ന് കേരള കൗമുദി. ഒരു പ്രിൻ്റ് മീഡിയയും ഒരു വിഷ്വൽ മീഡിയയുമായിരുന്നു ഈ കാര്യത്തിൽ VSന് വേണ്ടി അടിമുടി VS പക്ഷം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ VSന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത 2 മാധ്യമങ്ങൾ ഇത് രണ്ടുമായിരുന്നു. അവിടെ സുരേഷ് ഏതെങ്കിലും തരത്തിൽ വാർത്ത ചോർത്തിയോ അല്ലെങ്കിൽ VSന് വേണ്ടി എന്തെങ്കിലും വാർത്തകൾ പ്ലാൻ ചെയ്തോ എന്നൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അന്ന് KM ഷാജഹാൻ VSന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി തെറ്റായ എന്തെങ്കിലും ചെയ്തു എന്നല്ല, VS എന്ന് പറയുന്നൊരു നേതാവിനെ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ചില വിഷയങ്ങൾ VSൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിലേക്ക് VSൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ VSനെ ഒരു ഘട്ടം വരെ നയിക്കുന്നതിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഇടപെടുത്തുന്നതിൽ KM ഷാജഹാന് പങ്കുണ്ടായിരുന്നു. അതേ ഷാജഹാൻ ആ സമയങ്ങളിൽ മാധ്യമങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന BC ജോജോ, അതോടൊപ്പം തന്നെ ഇന്ത്യ വിഷനിൽ MB ബഷീർ, അന്ന് അദ്ദേഹം ഇന്ത്യ വിഷൻ്റെ തലപ്പത്ത് ഉള്ള സമയമാണ്. ഇങ്ങനെ ആ പത്രത്തിലെയും ചാനലിലെയും പ്രധാനപ്പെട്ട ആളുകളുമായി ഷാജഹാൻ ഉൾപ്പെടെ VSുമായി അടുത്ത് നിൽക്കുന്ന ചിലർ ബന്ധം സ്ഥാപിച്ചിരുന്നു. അവിടെയൊന്നും തന്നെ സുരേഷിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്നത്തെ VSൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, VS എന്തെങ്കിലും കടന്ന് പറയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അന്ന് പിണറായി VS പോര് നടക്കുന്നൊരു സമയമാണ്, VSനെ വിലക്കുന്ന ഒരു രീതിയായിരുന്നു സുരേഷിനുള്ളത്. എന്തെങ്കിലും VSൻ്റെ വായിൽ നിന്ന് അറിയാതെ വീഴുമോ, അതുകൊണ്ട് തന്നെ VSൻ്റെ പിന്നിൽ വന്ന് സുരേഷ് പലപ്പോഴും വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഇത് പറയരുത് അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെയുള്ള ചില സൂചനകളും ചില കാര്യങ്ങളുമൊക്കെ VSൻ്റെ ചെവിയിൽ പറയുന്നത് പലപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വാർത്ത പ്ലാൻ ചെയ്യുന്നൊരു ആളായിരുന്നില്ല സുരേഷ് എന്ന് ആണ് ബോധ്യമുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ബോധ്യമുള്ളത്. മാത്രമല്ല സുരേഷിന് എതിരെയുള്ള ഒരു കുറ്റം ചാർത്തലെന്നത് മറ്റ് മാധ്യമങ്ങൾ, അതായത് പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളിലെ ആളുകളുമായി ആശയവിനിമയം നടത്തിയെന്നതാണ്. സ്വാഭാവികമാണ്, VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉറപ്പായും പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകൾ മാത്രമല്ല, പാർട്ടിയുടെ എതിർ വശത്ത് നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലെ ആളുകളും അദ്ദേഹത്തെ വിളിക്കും. അത് സ്വാഭാവികമാണ്. കാരണം VSൻ്റെ ഓരോ ദിവസത്തെയും യാത്രാ വിവരങ്ങൾ അറിയാൻ, VS പങ്കെടുക്കുന്ന പൊതുപരിപാടികളുടെ വിവരങ്ങൾ അറിയാൻ, അങ്ങനെയൊക്കെ VSൻ്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വിളിക്കുന്നത് സാധാരണ നിലയിലുള്ളതാണ്. സുരേഷിന് ശേഷം ഒരു വിനോദ് ഉണ്ടായിരുന്നു. വിനോദിനെയും അങ്ങനെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്ന ഒരു രീതിയുണ്ട്.
പക്ഷേ 12 വർഷമായി താൻ പാർട്ടിക്ക് പുറത്താണ്, താനൊരു പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, എന്തുകൊണ്ട് തന്നെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം സുരേഷ് ചോദിക്കുമ്പോൾ അതിൽ വലിയ ന്യായമുണ്ട്. കാരണം പല ഘട്ടങ്ങളിലായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ നിരവധി പേരെ പിന്നീട് പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മുരളിയൊക്കെ ഷൊർണൂറിലെ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെയും അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ RMPയിൽ തന്നെ കുറേ ആളുകൾ നേരത്തെ പോയാൽ കുറേ പേരെങ്കിലും പിന്നീട് CPMലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാർട്ടി പുറത്താക്കുകയോ പാർട്ടി വിട്ടുപോവുകയോ ചെയ്ത ആളുകളൊക്കെ വീണ്ടും പാർട്ടിയുമായി അടുക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സുരേഷിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ അനഭിമതനായി സുരേഷ് മാറി നിൽക്കേണ്ടി വരുന്നു എന്നതൊരു സാമാന്യമായ ചോദ്യമാണ്. പാർട്ടി സുരേഷിനെ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും പാർട്ടിയിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം പാർട്ടിയുടെ നേതൃത്വം പറയുന്നത് അങ്ങനെ മലമ്പുഴയിൽ സുരേഷ് വന്നാൽ പോലും ഏതെങ്കിലും തരത്തിൽ വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ആ ഒരു ഘട്ടത്തിൽ സുരേഷിനെ തിരിച്ചെടുക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും സുരേഷിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പോകുന്നത് UDF ക്യാമ്പിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.